അല്ല, ഞാൻ പറഞ്ഞ കാശിന് വേണ്ടി ചെയ്തു എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഞാൻ എൻ്റെ കാരിയറിൽ ഒരിക്കലും ഒരു പടം പണത്തിന് വേണ്ടി എക്സെപ്റ്റ് ചെയ്തില്ല. ഒരു പടമില്ലാത്ത കാര്യം റിജക്റ്റ് ചെയ്തിട്ടുമില്ല. എനിക്ക് ക്രൈറ്റീരിയ രണ്ടാണ്. ഒന്ന്, ഡയറക്ടർ. നമ്മളൊരു പടം ചെയ്യുമ്പോൾ യു ആർ സാക്രിഫൈസിങ് സോ മച്ച്. ആ 40 ദിവസം അല്ലെങ്കിൽ ഹിന്ദിയോ തെലുഗൊക്കെ ചെയ്ത് 100 days 150 days വർക്ക് ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ യു ആർ ലിവിങ് ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഊണില്ല, സമയത്തിന് ആഹാരമില്ല, ഉറക്കമില്ല, ടെൻഷൻസ്, അത് ഫാമിലി ലൈഫില്ല. അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസവും നമ്മൾ റൂമിൽ തിരിച്ചു പോയിട്ട് ആലോചിക്കുമ്പോൾ ആ ദിവസം വെർത്ത് അല്ലെങ്കിൽ ദർസ് നോ പോയിന്റ്. ലൈറ്റിൻ്റെ കോൺസെപ്റ്റ് മാറും. അതായത് ഓരോ കൺട്രീസും ഓരോ കൾച്ചറും ലൈറ്റ് കാണുന്നത് വേറെ വിധത്തില്ല. അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ നോക്കണം. എക്സാമ്പിളായിട്ട് ഷാബിലിൻ്റെ പടത്തിൽ ഐ ഹാഡ് ടു ഷൂട്ട് എ വിൻ്റർ സീൻ. ഞങ്ങൾ ഷൂട്ട് ചെയ്തത് വിൻ്ററിലല്ല. ഞാനൊരു ന്യൂയോർക്ക് വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഇത്. നമ്മൾ പടങ്ങളിൽ കണ്ടത് വിൻ്റർ അല്ലാതെ വാട്ട് ഡിഫറൻസ് ഇറ്റ് ആക്ച്വലി കംസ് ഇൻ ലൈറ്റ് എന്നുള്ളത് പല സോഴ്സും കൂടെ സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ദാറ്റ്സ് എ പാർട്ട് ഓഫ് റിസർച്ച് യു ഡു. ഓരോ കൾച്ചറിൻ്റെയും ലൈറ്റിംഗ് ഫീല് നമ്മുടെ ട്രഡീഷണലിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പം നമ്മുടെ ഫീലിംഗ് ഓഫ് ലൈറ്റ് മേ ബി ഇപ്പം 4 കെട്ടിനകത്തുള്ള ലൈറ്റ്, ആ ഒരു ഫീലിംഗാണ്. ഇത് നമ്മൾ ബംഗാളിൽ പോയിട്ടൊരു പടം ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ദ സെയിം. അല്ല, ലൈറ്റിൻ്റെ ഫിസിക്കാലിറ്റി അല്ല, അതിൻ്റെ ഫീലിംഗ്, ഹൗ ദ പീപ്പിൾ പെർസീവ് ലൈറ്റ്, ഹൗ ഡു യു ഫീൽ അബൌട്ട് ലൈറ്റ്, അത് നമ്മൾ വർക്ക് ചെയ്യുന്ന വേണം. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഫിലിം, if you are doing a commercial kind of film, you may not do that kind of a research. But if you are doing അങ്ങനത്തെ ഒരു ഫിലിം ചെയ്യുകയെന്ന് ഇപ്പോൾ 10 മണി ചെയ്യുക, 10 തന്നെ പറഞ്ഞാൽ 4 സ്റ്റേജ്, 4 സോഴ്സസ് ഓഫ് ലൈറ്റ്, ലൈറ്റിംഗ് കണ്ടീഷൻ ചേഞ്ച്. അപ്പോൾ subtle changes in lighting style has to be incorporated. ഓരോ ഓഡിയൻസ് നോക്കുമ്പോൾ യു മേ നോട്ട് ഫീൽ ദാറ്റ് ചേഞ്ച് ഇൻ ലൈറ്റിംഗ് സ്റ്റൈൽ. ഫീൽ കളേഴ്സ് ദേ മേ ഫീൽ. ഈവൻ ഈ ലെൻസിൻ്റെ കാര്യത്തിൽ പോലും ദേ മേ നോട്ട് ഫീൽ ഇറ്റ്. പക്ഷെ അത് മനസ്സിലെവിടെയോ കൊള്ളും. നമ്മളത് ഫിസിക്കലായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലത് ക്രിയേറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ ഫീൽ. എനിക്ക് എൻ്റെ ഒരു ഒബ്സഷൻ, സിനിമോഗ്രാഫിയുടെ ഒബ്സഷൻ എന്ന് വെച്ചാൽ, എനിക്ക് ഫിസിക്കലി ഫ്രെയിമിൽ കാണുന്ന ഇമേജ് അല്ല ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ഒരാൾ സിറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ലാഫിങ് എന്ന് വെച്ചോ, തമാശ പറഞ്ഞ് ചിരിച്ചിരിക്കുന്നത്. പക്ഷെ അയാളുടെ മനസ്സിൽ അയാളെ കരയരുത് വിചാരിക്കും. അപ്പോൾ ഹൗ ഡു യു കൺവേ ദാറ്റ്? ഔട്ട് ഫിസിക്കൽ റിയാലിറ്റി ഹീ ഈസ് ലാഫിങ്, പക്ഷെ മെൻ്റൽ റിയാലിറ്റി ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. ദർ ഈസ് എ മെൻ്റൽ പ്ലെയിൻ. അപ്പോൾ ആ മെൻ്റൽ പ്ലെയിൻ എങ്ങനെ നമ്മൾ ഓഡിയൻസിനെ ഫീൽ ചെയ്യിക്കാം, ഒരു വ്യൂവറെ ഫീൽ ചെയ്യിക്കാം, അതാണ് എൻ്റെ മേജർ ഒബ്സഷൻ. മേ ബി ഇറ്റ്സ് എ ഷാഡോ, മേ ബി ഇറ്റ്സ് എ ക്യാമറ മൂവ്മെൻറ്റ്, മേ ബി ഇറ്റ്സ് എ കോമ്പോസിഷൻ. There are tools which you can use, color combination you can use. But somewhere you have to make them feel that what you see physically is not the reality. There is another reality which is a mental plane, mental landscape. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമോഗ്രാഫറുടെ കോൺട്രിബ്യൂഷൻ. ഹൗ ഡു യു കൺവേ that's the story actually. സ്റ്റോറി ഫിസിക്കലല്ല, സ്റ്റോറി ഹാപ്പൻസ് ഇൻ ദ ക്യാരക്ടേഴ്സ് മൈൻഡ്. പല കാര്യങ്ങളും നമ്മൾ പറയില്ല. ജീവിതത്തിൽ പല ക്വസ്റ്റ്യൻസിനും ഒരിക്കലും ആൻസേഴ്സ് ഇല്ല. അപ്പോൾ ഓൾ ദീസ് കോംപ്ലക്സിറ്റീസ് ഹാസ് ടു ബി ദർ. ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് തിങ് ആക്ച്വലി. ഇറ്റ്സ് നോട്ട് സിമ്പിൾ. അമരം ആക്ച്വലി
I still believe that Amaram is Mamukka's best performance. Amazing performance. എനിക്കിപ്പോഴും വിഷമമുള്ള കാര്യമാണ് അതിൽ ഒരു അവാർഡും കിട്ടിയില്ല, നമുക്ക് സ്റ്റേറ്റ് അവാർഡ് പോലും കിട്ടിയില്ല. വിച്ച് വാസ് ടോട്ടൽ ഇൻജസ്റ്റിസ്. അത്രയും ഒരു ഇൻവോൾവ് വർക്കായിരുന്നു. അമരം 18 ദിവസം കൊണ്ടാണ് ഫിനിഷ് ചെയ്തത്. ജസ്റ്റ് 18 days. ദാറ്റ് ഇറ്റ്സെൽഫ് വാസ് എ മിറാക്കിൾ. ഭരതനും ഞാനായിട്ടുള്ള കോർഡിനേഷൻ വാസ് റിയലി ഫാന്റാസ്റ്റിക്. ഭരതനോട് ഞാൻ 8 ഫിലിമോ 9 ഫിലിമോ വരെ ചെയ്തിട്ടുണ്ട്. 2-3 ഫിലിം ഡിസ്കസ് ചെയ്യാൻ വയ്യാതെ പോയിട്ടുണ്ട്. കംപ്ലീറ്റ് പ്ലാനിങ് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഡേറ്റ് മാറിയ കാരണം ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. വെങ്കലം, ദേവരാഗം, ഇതൊക്കെ ഞാൻ ഭരതനോട് ഒരുപാട് ഡിസ്കസ് ചെയ്ത സംഭവമാണ്. ഭരതൻ മരിച്ചതിന് ശേഷം ഞാൻ 12 കൊല്ലം മലയാളം ചെയ്തില്ല. ദ വാസ് എ മെൻ്റൽ ബ്ലോക്ക്. എന്തുകൊണ്ടും എനിക്ക് ചെയ്യാൻ തോന്നിയില്ല. 12 കൊല്ലം എന്ന് അറിഞ്ഞില്ല. അതിനുശേഷം അബുവാണ് ചെയ്തത്. ചുരം കഴിഞ്ഞിട്ട് ആഫ്റ്റർ 12 years അബുവായിരുന്നു ചെയ്തത്. അതൊരു മെൻ്റൽ ബ്ലോക്കായി. അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അമരം വൈശാലിയൊക്കെ വൈശാലി ആ കളർ ഐ ടോൾഡ് ഹിം ഐ വോണ്ട് യൂസ് വാൻ ഗോഗ് യെല്ലോ എന്ന് പറയുമ്പോൾ ഭരതൻ ആർട്ടിസ്റ്റായ കാരണം ഇമ്മീഡിയറ്റ്ലി ഹി അണ്ടർസ്റ്റുഡ് വാട്ട് ഐ എം സെയിങ്. എന്നാൽ അതിൻ്റെ ഡിസ്കഷനിൽ കൂൾ ടോൺസ് അവോയ്ഡ് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. പച്ച, നീല ഒന്ന് ഫസ്റ്റ് സ്റ്റൈൽ വേണ്ട, ഓൺലി വാം കളർ എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതൊരു 10-15-20 ദിവസം കഴിയുമ്പോൾ ഈ യെല്ലോസും റെഡ്സും കണ്ടിട്ട് ഒരു ദിവസം പറഞ്ഞു, അത് നമുക്ക് ഒരു ബ്ലൂ കോസ്റ്റ് കൊടുത്താൽ എന്താ ചോദിച്ചു. കമ്മിങ് ഔട്ട് റിയലി വെൽ, ലെറ്റ്സ് കണ്ടിന്യൂ ഇറ്റ് പറഞ്ഞിട്ട് ഈ ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഭരതൻ ഒരിക്കലും ക്യാമറ കൂടെ നോക്കില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭരതൻ ഒരിക്കലും ക്യാമറ കൂടെ നോക്കില്ല. എനിക്ക് വല്ല ഷോർട്ടിന് സംശയം ഉണ്ടെങ്കിൽ 2 ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കി പറയാം, അത് നോക്കിയാൽ ദാറ്റ് കൈൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ്. ഭരതൻ്റെ ലോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു ലോസ് തന്നെയാണ്. എൻ്റെ ഒരു കാലഘട്ടം 12 കൊല്ലം പിന്നെ എനിക്ക് പടം ചെയ്യാൻ തോന്നിയില്ല മലയാളത്തിൽ. അപ്പോൾ എല്ലാ പടത്തിലും മൈ അറ്റംപ്റ്റ് ഇസ് ദാറ്റ് ഹൗ ഡു യു ബ്രിങ് ഔട്ട് ദ മെൻ്റൽ തിങ്. ചില ആക്ടേഴ്സ് ഉണ്ട് ലൈക്ക് ലിയോൾ മാൻ, ബർഗ്മാൻ്റെ പേഴ്സോണ എന്നുള്ള ഫിലിമിൽ ബർഗ്മാൻ ഹോൾസ് എ ക്ലോസപ്പ് ഓഫ് ഹേഴ്സ്. 4 മിനിറ്റ് ക്ലോസപ്പാണ്. അവളുടെ ജീവിതത്തിലുണ്ടായി പറയുന്ന ഒരു കഥ അവൾ പറയുകയാണ്. പക്ഷെ അവളുടെ കണ്ണിലറിയാം അത് നുണയാണെന്ന്. ഒരു ഇൻഡിക്കേഷനും ഇല്ല, പക്ഷെ കണ്ണിലറിയാം. അപ്പോൾ അങ്ങനെ പെർഫോമർ ഉണ്ടെങ്കിൽ അതും സ്വിനിക്കേഷൻ്റെ ലൈറ്റിങ്ങും എല്ലാം കൂടെ ഹെൽപ്പ് ചെയ്യണം. സ്വിനിക്കേഷൻ ഓൾസോ ലിറ്റപ്പ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ്സ് എ ലൈ. അപ്പോൾ അതൊരു കോമ്പിനേഷനാണ്, അത് സെപ്പറേഷൻ അല്ല. ഇപ്പോൾ ഈ അമരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മമ്മൂക്കയുടെ ആ സീൻ്റെ പെർഫോമൻസ് വാസ് ബ്രില്യൻ്റ്. അത് ഇപ്പോൾ പറഞ്ഞത് അത് ചിരിക്കുകയാണോ കരയണോ ഒന്നും പറയാൻ പറ്റാത്തൊരു ആക്ഷൻ എന്താ. ബട്ട് യു നോ ദറ്റ് ഇൻസൈഡ് വിങ്ങാണെന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റുന്നു. അത് കോമ്പിനേഷനാണ്. ഇറ്റ്സ് നോട്ട് വൺ മാൻസ് ജോബ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ദാറ്റ് മേക്സ് യു ഫീൽ ദാറ്റ്.